ഹലോ, ഞാൻ ഹസ്ന. ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എഫക്ട്സ് ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ്. ഇതാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്. ഇതിൽ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഡീഗ്രഡേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് പറയണത്. അതിൽ ഫസ്റ്റ് വൺ പറഞ്ഞത് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യൻ്റെ ശരീരത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു സംഭവമാണ്. രണ്ടാമത്തെ പോവേർട്ടിയാണ്. മൂന്നാമത്തെ അറ്റ്മോസ്ഫിയറിക് ചേഞ്ച്. നാലാമത്തെന്ന് പറഞ്ഞത് ലോസ് ഓഫ് ബയോ ഡൈവേഴ്സിറ്റിയാണ്. അഞ്ചാമത്തെ ഓസോൺ ലെയേഴ്സ് ഡിപ്ലഷനാണ് പറയുന്നത്. ആറാമത്തെ സ്കേഴ്സിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഏഴാമത്തെ ലോസ് ഫോർ ടൂറിസം ഇൻഡസ്ട്രി. ഈ 7 പോയിൻറ്റ്സാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് നോക്കി നോക്കാം. ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യൻ്റെ ശരീരത്തെ ഇതെങ്ങനെയാണ് ഈ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് നോക്കി നോക്കാം. ഇപ്പോൾ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്, അതായത് ഈ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ഹ്യൂമൻ ഹെൽത്തിനെ നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്യണത്. ഇപ്പോൾ വായുവിൻ്റെ ഇപ്പോൾ ഈ നാച്ചുറൽ ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നത് വഴി നമ്മുടെ വായു, അതുപോലെ വാട്ടർ, ലാൻഡ്, ഇതിൻ്റെയൊക്കെ എന്തുണ്ടായിരിക്കും ക്വാളിറ്റി കുറയും. അപ്പോൾ ഇങ്ങനെ ക്വാളിറ്റി കുറയുന്നത് വഴി എന്തുണ്ടായിരിക്കും മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മനുഷ്യനും മരണത്തിലേക്ക് കാരണമാകും. അതായത് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മനുഷ്യന്മാർക്ക് ഇത്ര ശരാശരി ആയുസ് ഉണ്ടായിരിക്കും. ആ ആയുസ് എന്ത് ചെയ്യും, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കുറയുന്നത് വഴി മനുഷ്യ ശരീരത്തിൻ്റെ ആയുസ് എന്ത് ചെയ്യും, കുറയും എന്നാണ് പറയണത്. പിന്നെ പറഞ്ഞത് ഈ നാച്ചുറൽ ഡീഗ്രഡേഷൻ ഉണ്ടാകുന്നത് വഴി എന്തുണ്ടായിരിക്കും ഒരുപാട് മലിനീകരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരുപാട് മലിനീകരണം മൂലം എന്തുണ്ടായിരിക്കും ഒരുപാട് പേര് മരണത്തിലും കാരണമാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഹ്യൂമൻ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഇതുപോലെ ഈ ഭൂമിയുടെ വായുവിൻ്റെ എയറിൻ്റെ ഒക്കെ എന്ത് ചെയ്യും ക്വാളിറ്റി കുറയുന്നത് വഴി, ഇപ്പോൾ വാട്ടറിൻ്റെ, എയറിൻ്റെ, ലാൻഡിൻ്റെ ഒക്കെ ക്വാളിറ്റി കുറയുന്നത് വഴി എന്തുണ്ടായിരിക്കും മനുഷ്യന്മാർക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് രോഗങ്ങൾ വന്നിട്ട് ഒരുപാട് പേര് മരണത്തിനൊക്കെ കാരണമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ലഞ്ച് ക്യാൻസർ, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, ഇതൊക്കെ ഈ നാച്ചുറൽ ഡീഗ്രഡേഷൻ വഴി എന്ത് ചെയ്യുന്നു മനുഷ്യൻ്റെ ശരീരത്തിൽ വരുന്ന രോഗങ്ങളാണ്. ഇതുമൂലം എന്തുണ്ടായിരിക്കും ഒരുപാട് പേര് മരണത്തിനൊക്കെ കാരണമാവുമെന്നാണ് പറയുന്നത്. ഇതാണ് എന്താണ് മനുഷ്യൻ്റെ ഹ്യൂമൻ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് പറഞ്ഞത് പോവേർട്ടിയാണ്. പോവേർട്ടിയാണ് ഇനി അടുത്ത് പറയണത്. പോവേർട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഭൂരിഭാഗവും വിളകളുടെ വിളവെടുപ്പാണ് ദാരിദ്ര്യത്തിനായിട്ട് മെയിനായിട്ടുള്ള കാരണം. ഇപ്പോൾ വിളയിലുണ്ടാവുന്ന വിളവെടുപ്പ്, അതാണ് ഈ ഡെവലപ്പിംഗ് കൺട്രിയിലെ ഭൂരിഭാഗം ദാരിദ്ര്യം, പോവർട്ടിക്കുള്ള കാരണങ്ങൾ. പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളുണ്ടാവും. ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് കഴിയില്ല. ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഒരു കുറവാണ് പോവർട്ടിയുടെ മെയിനായിട്ടുള്ള കാരണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കും, ആവശ്യം നിറവേറ്റാൻ പ്രകൃതി വിഭവങ്ങൾ ലഭ്യത നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ പോവർട്ടിക്ക് മെയിനായിട്ട് കാരണമായിട്ട് പോകുന്നത്. പിന്നെ അതുപോലെ പോവർട്ടി എന്ന് പറഞ്ഞത് ഭക്ഷണം, വെള്ളം പോലുള്ള കാരണങ്ങൾ, അതിൻ്റെയൊക്കെ ലഭ്യത എന്തുണ്ടായിരിക്കും പോവർട്ടിക്ക് കാരണമാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും പോവർട്ടി, ഒരു വിഭാഗം ആളുകൾ പോവർട്ടിയുടെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരുപാട് പേരുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് കാരണം. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയാണ് മെയിനായിട്ട് പോവർട്ടിക്ക് കാരണമാവുമെന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ ജലാംശം മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് പോവർട്ടിക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ പരിസ്ഥിതി തകർച്ച, ഇതൊക്കെ എന്തായിരിക്കും പോവർട്ടിക്ക് ഒരു കാരണമാകുന്നുണ്ട് പറഞ്ഞത്. ഇതൊക്കെയാണ് പോവർട്ടി എന്നതുകൊണ്ട് ഈ നാച്ചുറൽ ഡിഗ്രഡേഷൻ എങ്ങനെ പോവർട്ടിയായി അതുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് ആണ്. ഇതൊക്കെ പോവർട്ടിയുടെ കേസസാണ് ഈ പിക്ചേഴ്സൊക്കെ കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ്. അറ്റ്മോസ്ഫിയറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അന്തരീക്ഷത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ, ഇപ്പോൾ ഈ പിക്ചർ കാണാം. ഒന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറും, അത് കഴിഞ്ഞ്
ഒരു ബാഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും അങ്ങനെയാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അങ്ങനെ ആ ഒരു ബാഡായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വരാനുള്ള കാരണങ്ങളാണ് എന്തെന്നാണ് പറയണത്. അന്തരീക്ഷത്തിലെ മാറ്റത്തിലുള്ള മെയിനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഭൂമി, വായു, വെള്ളം, ഭൂമലിനീകരണം ഇതൊക്കെ എന്തുണ്ടായിരിക്കും, അന്തരീക്ഷ വ്യതിയാനം ഉണ്ടാവുന്നത് വഴി വർദ്ധിക്കും. അന്തരീക്ഷത്തിൽ വ്യത്യാസം ഉണ്ടാവുന്നത് വഴി എന്തുണ്ടായിരിക്കും, ഭൂമിയിലെ വായു, വെള്ളം, ഭൂമലിനീകരണം ഇതൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് വർദ്ധിക്കും. അതുപോലെ എന്ന് പറഞ്ഞത് ഈ പാരിസ്ഥിതിക തകർച്ചക്കുള്ള മെയിനായിട്ടുള്ള കാരണം ജലചക്രം, അതുപോലെ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയൊക്കെ സാധാരണ പോലെയുള്ള ചില സ്വാഭാവിക പ്രക്രിയകളൊക്കെ മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ പാരിസ്ഥിതിക തകർച്ച, ഇപ്പോൾ നമ്മുടെ പാരിസ്ഥിതിക തകരുകയാണെങ്കിൽ പാരിസ്ഥിതിക തകർച്ചയ്ക്കുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ വനനശീകരണമാണ്. ഈ വനം നമ്മളിങ്ങനെ മരങ്ങളിങ്ങനെ മുറിക്കുന്നത് വഴി എന്തുണ്ടായിരിക്കും, പാരിസ്ഥിതിക തകർച്ച ഉണ്ടായിരിക്കും. ഈ പാരിസ്ഥിതിക തകർച്ച ഉണ്ടാകുന്നത് വഴി എന്തായിരിക്കും, ജലചക്രം, അതുപോലെ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും സാധാരണ പ്രക്രിയ ഇതിലൊക്കെ എന്തുണ്ടായിരിക്കും, ഇവയുടെയൊക്കെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ജലചക്രം മാറ്റം ഉണ്ടായാൽ അത് നമുക്ക് നാച്ചുറിന് ഒരുപാട് കേടാണ്. അതുപോലെ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അവയുടെയൊക്കെ ഒരു സ്വാഭാവികമായിട്ട് അവർക്കുണ്ട് ഒരു പ്രക്രിയകൾ, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും ഈ മരങ്ങളൊക്കെ വെട്ടിമുറിക്കുന്നത് വഴി. ഇതാണ് അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയാണ്. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ ജൈവ വൈവിധ്യത്തിലുണ്ടാകുന്ന തകർച്ച, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് നമ്മുടെ മലിനീകരണത്തിനെ പ്രതിരോധിക്കുന്ന രൂപത്തിൽ നമ്മളെ പരിസ്ഥിതി വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തണം. അപ്പോൾ അതിനാണ് ബയോഡൈവേഴ്സിറ്റിയുടെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻസ്. മലിനീകരണം പ്രതിരോധിച്ച് നമ്മുടെ പരിസ്ഥിതിയെ നല്ല സന്തുലിതമായിട്ട് നിലനിർത്തലാണ് ജൈവ വൈവിധ്യത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രാധാന്യം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കൂടുതലും ബയോഡൈവേഴ്സിറ്റിയൊക്കെ ശരിക്കും നമുക്കതൊരു നല്ല എഫക്റ്റാണ് നമ്മുടെ നാച്ചുറലിന് തരുന്നത്. അതിൽ വരുന്ന തകർച്ച നമ്മുടെ എൻവയോൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കും എന്നാണ് നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത്. അതായത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മലിനീകരണത്തെയൊക്കെ പ്രതിരോധിച്ച് നമ്മുടെ പരിസ്ഥിതിയെ നല്ല രീതിയിൽ സന്തുലിതമായി നിലനിർത്തുക എന്നതാണ് ഈ ബയോഡൈവേഴ്സിറ്റിയുടെ മെയിനായിട്ടുള്ള പ്രാധാന്യം. അപ്പം ഇത് തകരുന്നത് വഴി എന്തുണ്ടായിരിക്കും, ഒരുപാട് മലിനീകരണമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. പിന്നെ പറയുന്നത് ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനും അതുപോലെ പോഷകങ്ങൾ പുനഃസ്ഥാപിക്കാൻ പോഷകങ്ങളൊക്കെ ഒരുപാട് പുനഃസ്ഥാപിക്കാൻ നല്ല രീതിയിൽ ഉണ്ടാക്കാനും അതുപോലെ കാലാവസ്ഥയെ സ്ഥിരതപ്പെടുത്താനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ബയോഡൈവേഴ്സിറ്റി കൊണ്ട് ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന ലോസ് എന്തിനായിരിക്കും, നമ്മളെ ഒരുപാട് ബേർഡായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഓസോൺ ലെയർ ഡിപ്ലഷനാണ്. ഓസോൺ ലെയർ ഡിപ്ലഷൻ എന്താണെന്ന് നോക്കി നോക്കാം. നമ്മൾ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഓസോൺ ലെയറുകളിലുള്ളത്. ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ആർക്കുള്ളത്, ഓസോൺ ലെയറുകൾക്കുള്ളത്. നമ്മുടെ അന്തരീക്ഷത്തിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അതുപോലെ ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസുകളുടെ സാന്നിധ്യം ഓസോൺ പാളികളെ കുറയ്ക്കാൻ കാരണമാക്കുന്നു. അപ്പോൾ ഒരുപാട് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അതുപോലെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ എന്തുണ്ടായിരിക്കും, നമ്മുടെ ഓസോണിൻ്റെ ലെയേഴ്സിനൊക്കെ കുറയ്ക്കാൻ കാരണമാവും. അപ്പോൾ ഇതുവഴി എന്തുണ്ടായിരിക്കും, നമുക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഓസോൺ കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷകരമായ അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ ആര് സംരക്ഷിക്കുന്നത്, ഓസോണാണ് ഇതിനൊക്കെ സംരക്ഷിക്കുന്നത്. അപ്പം ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അതുപോലെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും ഈ ഓസോണിനെ അത് നശിപ്പിക്കും. അപ്പോൾ അതുവഴി നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരുപാട് ബാഡായിട്ട് നമ്മളത് ബാധിക്കും. അതാണ് ഈ ഓസോൺ ലെയർ ഡിപ്ലഷൻ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്, സ്കേഴ്സിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സാണ്. അത് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളുടെ ദൗർലഭ്യം.
പ്രകൃതിയിലുണ്ടാകുന്ന വിഭവങ്ങളുടെ എന്താണ് ദൗർലഭ്യം, അതായത് കുറവ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് മരങ്ങളൊക്കെ വെട്ടി മുറിക്കുക, അതുപോലെ പ്രകൃതിയെ നശിപ്പിക്കുക, ആ ഒരു പിക്ചറാണ് ഇതിൽ കാണുന്നത്. തീയിട്ടിട്ട് കാടുകളൊക്കെ നശിപ്പിക്കുക, ആ ഒരു പിക്ചറാണ്. ഈ സ്കേഴ്സിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, അതുപോലെ മലിനീകരണം, വനനശീകരണം തുടങ്ങിയ മേഖലകളുടെ പാരിസ്ഥിതിക തകർച്ച, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പ്രത്യേകിച്ചും കൃഷിയോഗ്യമായ ഭൂഗർഭജല ജനിതക വിഭവങ്ങളുണ്ട്. പ്ലാന്റ്സ്, സസ്യങ്ങൾ, ഭക്ഷ്യവിളകളുമുള്ള വിഭവങ്ങളുടെ ദൗർലഭ്യത്തിന് കാരണമാകുന്നു. അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് മരങ്ങളൊക്കെ വെട്ടിമുറിക്കുക, അതുപോലെ കൃഷി പാടങ്ങളൊക്കെ വെട്ടി നിരത്തുക. അപ്പോൾ ഇതൊക്കെ എന്തുണ്ടായിരിക്കും, ജനിതക വിഭവങ്ങളുണ്ടായി അതിൻ്റെയൊക്കെ ലഭ്യത കുറയ്ക്കും, ജനിതക വിഭവങ്ങൾ കുറയ്ക്കും. അതുപോലെ പ്ലാന്റ്സ്, സസ്യങ്ങൾ, ഭക്ഷ്യവിളകൾക്കുമുള്ള വിഭവങ്ങളുടെ ദൗർലഭ്യത്തിനും ഇതിനൊക്കെ കാരണമാകും. നമുക്ക് കഴിക്കാനുള്ള ഫുഡുകളും അതുപോലെ ഒരുപാട് കാരണങ്ങൾക്ക് എന്തായിരിക്കും ഇതെല്ലാം ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. മലിനീകരണം, അതുപോലെ വനനശീകരണം തുടങ്ങിയൊക്കെ ഇത് ഒരുപാട് എന്തുണ്ടായിരിക്കും പാരിസ്ഥിതിക തകർച്ചയ്ക്ക്, പാരിസ്ഥിതിക മാറ്റങ്ങൾക്ക് കാരണമാവും എന്നാണ് പറയുന്നത്. ഇതാണ് സ്കേഴ്സിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ലോസ് ഫോർ ടൂറിസം ഇൻഡസ്ട്രി. ടൂറിസം ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ലോസുകളാണ് ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഇതിലെന്ന് പറഞ്ഞത് പരിസ്ഥിതിയുടെ തകർച്ച വിനോദസഞ്ചാര വ്യവസ്ഥയെ അവരുടെ ദൈനംദിന ഉപജീവനത്തിനായി ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാരിസ്ഥിതിക നാശത്തിന് ഒരു വലിയ തകർച്ചയാകും ഈ ഒരു സംഭവം, അതിന് വലിയൊരു തകർച്ചയാകും എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ജൈവ വൈവിധ്യത്തിൻ്റെ ഹരിതക കവർ നഷ്ടത്തിൻ്റെ രൂപത്തിൽ അത് വൻതോതിലുള്ള മണ്ണിടിച്ചിലിന്, വർദ്ധിച്ച വായു ജലസംഭരണം ഇതിനൊക്കെ കാരണമാകും. ഇതൊക്കെയാണ് ഈ ലോസ് ഫോർ ടൂറിസം ഇൻഡസ്ട്രിയിൽ പറയുന്നത്. അപ്പോൾ ഈ 7 പോയിൻറ്റ്സാണ് നമ്മുടെ എഫക്ട്സ് ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് നാച്ചുറൽ എൻവയോൺമെൻറ്റ് എന്നുള്ള ഒരു പോയിന്റിൽ പറയുന്നത്. ഡീഗ്രഡേഷൻ പറഞ്ഞാൽ അധപ്പതനം, എങ്ങനെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് അധപ്പതനം എങ്ങനെ ഓരോ കാറ്റഗറീനെ എഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറിയും പറഞ്ഞു. ഫസ്റ്റ് വൺ പറഞ്ഞത് ഹ്യൂമൻ ഹെൽത്ത്, പോവർട്ടി, അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് പറഞ്ഞു, പിന്നെ ഓസോൺ ലെയേഴ്സിൻ്റെ പറഞ്ഞു, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പറഞ്ഞു, ലോസ് ഫോർ ടൂറിസം ഇൻഡസ്ട്രി പറഞ്ഞു, അതുപോലെ സ്കേഴ്സിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സ്. ഇങ്ങനെ 7 പോയിൻറ്റ്സാണ് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പറഞ്ഞത് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ എടുത്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു.